സ്യൂഡോ സയൻസ് എങ്ങനെയാണ് ശല്യമായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പുള്ളി ഇൻസൈഡ് ഹോസ്പിറ്റലായി പോയ സമയത്തേക്കൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ പ്യുവർ സ്യൂഡോ സയൻസ് പരത്തുന്ന ഡോക്ടർ എന്നുള്ള സോ കോൾഡ് ഡിഗ്രി ഉള്ളവർ വന്നിട്ട് പലതിനെക്കുറിച്ചും പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ക്യാൻസറിന് ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ പാല് കുടിച്ചാൽ ക്യാൻസർ. കാലത്ത് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ചക്കയുടെ പച്ച ചക്കപ്പൊടി കഴിച്ചു കഴിഞ്ഞാൽ കീമോതെറാപ്പി എടുക്കുന്നവർക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണെന്നും, അല്ലെങ്കിൽ കുർക്കുമിനാണല്ലോ ടോക്ക് ഓഫ് ദ ടൗൺ, കുറച്ച് മഞ്ഞൾ അരച്ച് രാവിലെ പാലിൽ കുടിച്ചു കഴിഞ്ഞാൽ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ മാറുന്നു. ഈ സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ട്. അവിടെ നമ്മളതിനെ എന്താ പറയുക, നമ്മുടെ മെഡിക്കൽ ബിരുദത്തിൻ്റെ മനസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. MBBS കരിക്കുലത്തിൽ ഏറ്റവും കൂടുതലുള്ള ഫസ്റ്റ് ഇയർ തൊട്ട് 4th ഇയർ വരെയുള്ളൊരു വിഷയമാണ്. പക്ഷേ ഏറ്റവും നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള വിഷയം സമാന്തര വൈദ്യം എന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അതും സയൻസ് ഇതും സയൻസ്, അല്ലെങ്കിൽ ഇത് മറ്റൊരു സയൻസ് അല്ലേ എന്നൊക്കെയാണ് ചിലർ എസൻസ് സാർ പറയുന്ന ആ ട്രൈബ് ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ മനുഷ്യനുള്ള ട്രൈബ്, ആ ഫീലിംഗിലേക്ക് കൊണ്ടുവരും. അതായത് ഞാൻ ആ ട്രൈബിലായി, ആ ഗ്രൂപ്പിലായി, ഇനി എൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ട്രൈബിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ഇൻസ്റ്റെഡ് ഓഫ് ഈ ട്രൈബിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം പറയാതെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചതിന് എസൻസ് തിരുവനന്തപുരത്തിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിനകത്ത് ഞങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചതിനും അങ്ങേയറ്റം നന്ദി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണെന്ന് ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നത്. ആക്ച്വലി ഞാൻ ലൂസി എന്ന് പറഞ്ഞൊരു ചാനൽ നടത്തുന്നത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോൾ അതിനകത്ത് ശാസ്ത്രപ്രചരണം നടത്തുമ്പോൾ സാധാരണഗതിയിൽ കൂടുതലും തെറിയാണ്, എന്നാലും നല്ല കമൻറ്റുകളും ചിലത് വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് ആരൊക്കെയാണ് സയൻസ് പറയുന്നത്, പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്തെ അശാസ്ത്രീയത പറയുന്നവരാരെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന റഡാറിനകത്ത് വളരെ ധീരമായി പറ വീഡിയോ ഇടുന്ന ഒരു ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ ജോജു ആയിരുന്നു അത്. അപ്പോൾ നേരിട്ട് എന്തെങ്കിലും കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതിനു മുമ്പ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ നേരിട്ട് കണ്ടാൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. സ്യൂഡോ സയൻസ് എന്നുള്ള വാക്ക് പലവട്ടം നമ്മളെപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് സ്യൂഡോ സയൻസ് എന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലാക്കണം. കാര്യം കഴിഞ്ഞ എസൻസിൻ്റെ ലിറ്റ്മസിനകത്ത് നിങ്ങൾ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിൻ്റെ എന്തോ കൂടിയ സാധനമാണ് എന്നുള്ള രീതിയിൽ ഒരു ഡിബേറ്റർ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അതല്ല, സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ പദാവലികളും അല്ലെങ്കിൽ ടെക്നിക്കൽ ടെർമിനോളജീസും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ശാസ്ത്രമാണെന്ന് മാസ്കുറേഡ് ചെയ്ത് പറ്റിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് വ്യാപിപ്പിക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ചോദിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ചോദിക്കാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഡോക്ടറെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും. അദ്ദേഹം കാരിത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓങ്കോ സർജനാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ തുടങ്ങുമ്പോൾ ടാഗ് ലൈനാണ്, ഐ ഡോണ്ട് തിങ്ക് ഐ നീഡ് ടു റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിങ്ങിനെ നോക്കിയപ്പോൾ ഏതാണ്ട് 25 വർഷത്തോളം സർവീസ്, 25,000-തോളം മേജർ സർജറീസ് ചെയ്തിരിക്കുന്നു. വൈദ്യശാസ്ത്ര പഠനത്തിനായിട്ട് ഒരു 5.5 വർഷം MBBS, അതിനുശേഷം MS, അത് കഴിഞ്ഞിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള ഓങ്കോ സർജറിയിലേക്ക് അദ്ദേഹം വീണ്ടും MCH, ഒരു 10-11 വർഷം അതിനുവേണ്ടി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു 10-25 വർഷം പല രോഗികളെ നോക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഈ സ്യൂഡോ സയൻസ് എങ്ങനെയാണ് ശല്യമായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ പഠനകാലം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ തന്നെ കേരളത്തിൽ സയൻസിനേക്കാൾ ഉപരി, അതായത് നമ്മൾ പറയുന്ന കാര്യം വിശ്വസിക്കാനായിട്ട്, സർജിക്കൽ ഓങ്കോളജി ഒക്കെ 25 വർഷം മുമ്പ് അതിൻ്റെ ഒരു പ്രൈമോഡിയൽ സ്റ്റേജ്, നിങ്ങൾക്ക് ഇവിടെ തിരുവനന്തപുരംകാർക്ക് അറിയാം, RCC ഒക്കെ ജസ്റ്റ് ഡെവലപ്ഡ് ആയി വരുന്ന ഒരു സമയമാണ്. ക്യാൻസറിന് ചികിത്സയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അത് തന്നെ ഡോക്ടർമാരോട് തന്നെ പറഞ്ഞു കൊടുക്കാൻ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കാരണം എന്തിനാണ് ചികിത്സയില്ലാത്ത ഒരു ഫീൽഡിൽ നീ പോയി വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് നമ്മുടെ എന്താ പറയുക സയൻറ്റിഫിക് ടെമ്പർ മനസ്സിലാകുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിൽ കൂടിയ വിഷയങ്ങളിലേക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് ഓവർ ഒരു 5-6 വർഷം ഇങ്ങനെ കടന്നുപോയി. ഒരു 10-15 ആയപ്പോഴത്തേക്കാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. കാരണം നമുക്ക് ക്യൂർ ചെയ്യാമെന്ന് നമുക്കുറപ്പുള്ള പല ക്യാൻസറുകളും, അല്ലെങ്കിൽ ഈ അതുപോലെയുള്ള സീരിയസ് ഇൽനസസ് പലതും ഈ വ്യാജ ചികിത്സ, അല്ലെങ്കിൽ
ആൾക്കാർ നമ്മളെ അടുത്ത് വരുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷേ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരിക്കലും അത്രയും പറയാറില്ല. പക്ഷേ അവിടുന്ന് ഈ പേഷ്യൻ്റ് ചികിത്സയില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്നത്. നമ്മൾ പ്രായമായ ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഒരു 35-40 വയസ്സുള്ള, അതായത് അവരുടെ ജീവിതം തുടങ്ങുന്ന ഫേസിലുള്ള പലരും, നമുക്ക് രക്ഷപ്പെടുത്താവുന്ന പലരും ആ ടെർമിനൽ ഫേസിൽ തിരിച്ചു വരും. ഡോക്ടറെ ഞാൻ ഇവിടെ ഒന്ന് കിടത്താമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഉള്ളത് നമ്മൾ അതിൻ്റെ ബാക്ക് ട്രാക്ക് അന്വേഷിച്ച് പോയപ്പോഴത്തേക്കാണ് നമ്മൾ 2016 ആയപ്പോഴത്തേക്ക് ആ സമയത്താണ് നമ്മൾ ഇതിനെതിരെ പോകണം. നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സൈലൻസിനെ മറ്റുള്ളവർ മുതലെടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് 2016 നമ്മൾ പതിയെ തുടങ്ങി. അത് കോവിഡ് ആയപ്പോഴത്തേക്കും നമ്മൾ ഫുള്ളി ഹോസ്പിറ്റലിനകത്തേക്ക് പോയി. കാരണം വെച്ചാൽ ക്യാൻസർ സർജറി ചെയ്യാൻ ആളില്ല, കാരണം ചെയ്യുന്നവർ വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ അവർ തന്നെ കോവിഡിനെ പേടി ചെയ്യത്തില്ല. പക്ഷേ അസുഖമുള്ളത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫുള്ളി ഇൻസൈഡ് ഹോസ്പിറ്റലായി പോയ സമയത്തേക്കൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ പ്യുവർ സ്യൂഡോ സയൻസ് പരത്തുന്ന ഡോക്ടർ എന്നുള്ള സോ കോൾഡ് ഡിഗ്രി ഉള്ളവർ വന്നിട്ട് പലതിനെക്കുറിച്ചും പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ക്യാൻസറിന് ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ പാല് കുടിച്ചാൽ ക്യാൻസർ വരും, അല്ലെങ്കിൽ പുള്ളി ദിവസവും കാണുന്നുണ്ട്, പുള്ളി ഗട്ട് മോഡിഫൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതുപോലെ നിരവധി. അപ്പോൾ അവിടത്തേക്ക് ആൾക്കാർ വീണ്ടും പോകുന്നതെന്ന് മനസ്സിലായപ്പോഴാണ് ആക്റ്റീവായിട്ട് ഓക്കെ സൈലൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സമൂഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതത്ര ഒരു സുഖമുള്ള സ്ഥലമല്ല. കാരണം നമുക്ക് കിട്ടുന്ന നമ്മളൊരു സാധാരണ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലൈക്സ് കിട്ടും, കുറച്ച് നല്ല കമൻറ്റ് കിട്ടും. പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ ഉപദ്രവിക്കും. പക്ഷേ ആ കംഫർട്ട് വേണ്ട. നമുക്ക് ഏതായാലും ഇത്രയും കാലം ഈ എന്താ പറയുക ജനങ്ങളെ ഒരു ഡോക്ടർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളെ തൊട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പം ജനങ്ങളാണ് എന്നെ പഠിപ്പിച്ച് ഞാൻ 32 വയസ്സ് വരെ പഠിച്ചിട്ടാണ് ഞാൻ സർജിക്കൽ ഓങ്കോളജി ചെയ്തത്. അപ്പം അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സിക്കാൻ നമ്മൾ പ്രൈവറ്റാണ്, നമുക്ക് പെയ്ഡ് സർവീസാണ്. അപ്പോൾ അല്ലാത്തത് ജനങ്ങൾക്ക് സയൻസ് പറഞ്ഞു കൊടുക്കുക, വഴിതെറ്റാതെ സഹായിക്കുക. അങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് പാല് കുടിച്ചാൽ ക്യാൻസർ വരും, അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതര വൈദ്യക്കാരോ അശാസ്ത്രീയത പറയുന്ന ആളുകളോ അല്ല പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഓങ്കോ സർജൻ എന്നൊക്കെയുള്ള ലേബൽ വെച്ച് നടക്കുന്ന ചിലർ തന്നെ ഈ പാല് കുടിച്ച പാലൊരു വെളുത്ത വിഷമാണെന്നും, അതുപോലെ വെളുത്ത അരി കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്നും, അല്ലെങ്കിൽ ഇതിനെയൊക്കെ, അല്ലെങ്കിൽ പഞ്ചസാര ഒരു വലിയ കാര്യമാണെന്നും. ഇതൊന്നുമല്ല. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ പച്ച ചക്കപ്പൊടി കഴിച്ചു കഴിഞ്ഞാൽ കീമോതെറാപ്പി എടുക്കുന്നവർക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണെന്നും, അല്ലെങ്കിൽ കുർക്കുമിനാണല്ലോ ടോക്ക് ഓഫ് ദ ടൗൺ, കുറച്ച് മഞ്ഞൾ അരച്ച് രാവിലെ പാലിൽ കുടിച്ചു കഴിഞ്ഞാൽ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ മാറുന്നു. ഈ മോഡേൺ മെഡിസിൻ്റെ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? അതായത് ഓങ്കോ സർജൻസ് റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, നമ്മൾ മെഡിക്കൽ ടീച്ചിങ്ങിൽ, അതായത് നമ്മളിപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുന്നില്ല. നമ്മൾ MBBS കരിക്കുലമാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ട് നമ്മളൊരു ഡോക്ടറാക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ 2 രീതിയിൽ അതിനെ കാണും. ഒന്ന് നമ്മളതിനെ സയൻസ് ആയിട്ട് കാണും, 2 നമ്മുടെ ഒരു ജീവനോപാധി നമ്മൾ പഠിക്കുന്നു. പിന്നെ അത് പ്രോപ്പറായിട്ടാണ് നമ്മൾ കൺസീവ് ചെയ്യുന്നത്. ഇപ്പം മെഡിസിൻ്റെ സ്ട്രക്ചർ, MBBSൻ്റെ സ്ട്രക്ചറിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഏത് രീതിയിൽ ആ ഓരോ സബ്ജക്റ്റിനെയും പെർസീവ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ഇങ്ങനെ പഠിച്ചങ്ങ് പോവാണ്. അപ്പോൾ നമ്മളതിനെ സബ്ജക്റ്റായിട്ട് മാത്രം പഠിച്ചു പോകുമ്പോൾ അത് നമുക്ക് അതിൻ്റെ അകത്ത് അത് നമ്മൾ ആ ചോദ്യം ചോദിക്കാം. അതിനകത്ത് ഒരു സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ട്. അവിടെ നമ്മളതിനെ എന്താ പറയുക, നമ്മുടെ മെഡിക്കൽ ബിരുദത്തിൻ്റെ മനസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. അവിടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്. ഇപ്പം നമ്മളതിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലോസറ്റിൻ്റെ വാട്ടർ സീൽ വരെ എന്താണ്, എങ്ങനെയാണെന്ന് തൊട്ട് പഠിപ്പിച്ച് തുടങ്ങുന്ന ഒരു ശാഖയാണ്. അവിടെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും MBBS കരിക്കുലത്തിൽ ഏറ്റവും കൂടുതലുള്ള ഫസ്റ്റ് ഇയർ തൊട്ട് 4th ഇയർ വരെയുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഏറ്റവും നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. അവിടെ നിന്നാണ് ഒരു ഡോക്ടറുടെ മനസാക്ഷി രൂപം കൊള്ളുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടറാണെങ്കിലും, അല്ലെങ്കിൽ MBBS ഡോക്ടറാണെങ്കിലും ഈ വക തെറ്റുകളൊക്കെ പറ്റും. അതൊരു എനിക്ക് തോന്നുന്നൊരു 30% ആൾക്കാർ ചിലപ്പോൾ ആയുർവേദം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. കാരണം അവർക്കൊക്കെ ഉള്ള വെച്ചാൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ചന്ദ്രശേഖർക്ക് അറിയായിരിക്കും, CR അറിയായിരിക്കും, ഈ ബയാസ് ഫാലസീസ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ ബയാസും ഫാലസീസും യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാവത്തില്ല. എല്ലാം അവരത് അതിൽ പെട്ടുപോകും. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു നമ്മുടെ MBBS കരിക്കുലം എന്ന് പറഞ്ഞാൽ മിലിറ്ററി പോലെ തന്നെയാണ്, നല്ല അതോറിറ്റിയാണ്. അതായത് സീനിയർ പറയുന്നത് ജൂനിയർ കേട്ടേ മതിയാവും, റെജിമെൻ്റ്. അപ്പം നമുക്ക് ആ ഒരു അതോറിറ്റിയോടൊരു വിധേയത്വം എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ ഇപ്പം
ഈ പറഞ്ഞ ഈ ആയുർവേദ അല്ലെങ്കിൽ അതുപോലെയുള്ള വരുന്ന അതൊരു അതോറിറ്റിയുടെ ഒരു ഗവൺമെൻറ് ലൈസൻസിൽ വരുന്ന ഒരു സംഭവമാണെന്ന് വിശ്വസിക്കുന്ന. അപ്പോൾ അതവർ ആ അതോറിറ്റി വരും. പക്ഷേ സെയിം ടൈം അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ഫാലസി ഉണ്ട്, ഇത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് സയൻസ്, ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ, അത് നിങ്ങൾ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് തെളിവുള്ളതാണോ, നിങ്ങൾ RCT പഠിപ്പിക്കും. അതിൻ്റെ എല്ലാ എന്താ പറയുക റിസർച്ച് മെത്തഡോളജിയും അതെങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് ഈ STM പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭാഗം സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് ഈ അതോറിറ്റി ബയാസും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ വെസ്റ്റേൺ ഒരു ഇന്ത്യനൈസേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതെല്ലാം വെസ്റ്റേൺ ആണ്, എല്ലാം നമ്മളിവിടെ അപ്ലൈ ചെയ്യരുത്, കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ളതും കൂടി എടുക്കണം. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ സയൻസ് മാത്രം, സയൻസ് എന്ന് പറഞ്ഞൊരു ഡ്രൈ സാധനമാണ്. അപ്പോൾ ഓരോ ഏജിലൊക്കെ എത്തുമ്പോഴത്തേക്കും പല സൊസൈറ്റിയൽ പ്രഷർ അല്ലെങ്കിൽ നമ്മുടെ ഈഗോയുടെ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് അവർക്കൊരു എന്തോ ഒരു എംഡിനെസ്, ഒരു വാക്വം പോകും. വാക്കമുണ്ടോ ആ വാക്വം ഫേസിലേക്കാണ് ഇവർ ഈ സ്പിരിച്വാലിറ്റി കലർന്ന ഈ സംഭവം അങ്ങ് അടിച്ചു കയറ്റും. അപ്പോൾ അവൻ്റെ ആ ഈഗോ സാറ്റിസ്ഫൈസ്ഡ് ആവും. അതോറിറ്റി ശരിയാണ്, ഞാൻ ഇതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് അറിയത്തില്ല, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാം അവനെ പഠിപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ മോഡേൺ മെഡിസിൻ ഡോക്ടറും ചക്കപ്പൊടിയും ഈ മറ്റേ കുറുക്കുമീനും ഒക്കെ കൊടുത്തു തുടങ്ങുന്നത്. മനസ്സിലായി. പക്ഷെ അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണെന്നുള്ളതാണ് കാര്യം. നമ്മൾ ഈ സ്യൂഡോ സയൻസിനെ ബാറ്റിൽ ചെയ്യുന്നതിനോടൊപ്പം ഇപ്പോൾ ഡോക്ടറുടെ കൂടെയുള്ള അല്ലെങ്കിൽ സമകാലീനായിട്ടുള്ള ബാക്കി ഡോക്ടേഴ്സിനെയും കൂടെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇനി ഈ സമാന്തര വൈദ്യം എന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അതും സയൻസ് ഇതും സയൻസ് അല്ലെങ്കിൽ ഇത് മറ്റൊരു സയൻസ് അല്ലേ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. ഇപ്പം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും അതിനൊന്നും വേറെ ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ റൂമിലിരിക്കുന്ന ഇപ്പം നിഷാദ് കൈപ്പള്ളി ഒരു എഞ്ചിനീയറാണ്, പക്ഷേ ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് സംസാരിക്കാം, കാര്യം ഫിസിക്സും കെമിസ്ട്രി ആയിട്ട് പ്രശ്നമില്ല. ഇപ്പം ഞാൻ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു കോമൺ ലാംഗ്വേജും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഹ്യൂമൻ അനാട്ടമി എടുത്ത് നോക്കിയാലും മനുഷ്യൻ്റെ ശരീരം എടുത്ത് നോക്കിയാലും നമ്മൾ സ്കൂൾ മുതൽ പഠിക്കുന്ന ശ്വാസകോശത്തിൻ്റെ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, അത് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് MBBS കയറുമ്പം ഭയങ്കര വ്യത്യാസമൊന്നും വരുന്നില്ല. അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹ്യൂമറൽ തിയറിയൊക്കെ തള്ളിക്കളഞ്ഞു എന്ന് നമ്മൾ +2 ബയോളജിയിൽ പഠിച്ചതിന് ശേഷം എൻട്രൻസ് എഴുതിയാണ് എൻട്രൻസിന് കിട്ടുന്നത്. കുറച്ച് മാർക്കുകൾ കുറഞ്ഞ് വേറൊരു ഇതര വൈദ്യശാഖയിലോട്ട് പോയി കഴിയുമ്പോൾ ഇവരെങ്ങനെയാണ് ഇവരെ മാറ്റി ട്രെയിൻ ചെയ്യിക്കുന്നത്? അല്ലെങ്കിൽ വാതപിത്ത കഫോ അല്ലെങ്കിൽ ഹ്യൂമറൽ തിയറിയോ അല്ലെങ്കിൽ മയാസ്മയോ ഒക്കെ ഇവരെ എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കുന്നതെന്ന് ഡോക്ടർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കാര്യം എങ്ങനെയാണ് ഈ കുട്ടികളുടെ ഈ രീതിയിലേക്ക് മാറ്റുന്നത്? അടുത്തൊരു 10 വർഷത്തിൽ ക്യാൻസറിൻ്റെയും കൂടെ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതാണല്ലോ ഈ സ്യൂഡോ സയൻസിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ആ വിജയം അതാണ്. അപ്പം ബേസിക്കലി ഈ മറ്റു ശാഖകളാണെങ്കിലും ഈ പറഞ്ഞ അനാട്ടമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രി എല്ലാം പഠിപ്പിച്ചെങ്കിലും ഒരു വൺ ഫൈൻ മോർണിംഗിൽ അത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് വേറൊരു ഇതിലേക്ക് കംപ്ലീറ്റ്ലി അങ്ങ് മാറും. ആ സമയം ആകുമ്പോഴത്തേക്കും ഒന്നുകിൽ ഇവൻ മാനസികമായി ഇതിന് തയ്യാറായിരിക്കും, ഇതാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ എസൻസാര് പറയുന്ന ആ ട്രൈബ് ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ മനുഷ്യനുള്ള ട്രൈബ്, ആ ഫീലിങ്ങിലേക്ക് കൊണ്ടുവരും. അതായത് ഞാൻ ആ ട്രൈബിലായി, ആ ഗ്രൂപ്പിലായി, ഇനി എൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ട്രൈബിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ഈ ട്രൈബിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം പറയാതെ ആ ട്രൈബിൻ്റെ ഫീല് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനകത്ത് പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഒരുപാട് പേര് കേട്ട് കാണും, സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാര്യം അവർ ഓൾറെഡി ഇപ്പോൾ ഡോക്ടർ 11 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ പഠിച്ചത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ സമ്മതിക്കുമോ? അപ്പോൾ ഇവര് ഒരു 5-6 വർഷം ഇതിനകത്ത് മെനക്കെട്ടുന്നു, ഇവരതിനകത്ത് PG ഒക്കെ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മാറ്റി ചിന്തിക്കണം എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ്. അപ്പം അവർ ഓൾറെഡി അതിനകത്ത് ഇൻവെസ്റ്റഡ് ആണ്, പിന്നെ അവർക്ക് മാറാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതാണ് പ്രധാനം. അപ്പം അതിനെ പ്രൊട്ടക്ട് ചെയ്ത് പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതിന് അവർ സബോർഡിനേറ്റെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരും, അത് മുമ്പോട്ട് കൊണ്ടും. അങ്ങനെയാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ അത് അതോറിറ്റികളാണ്, അത് നിയമനിർമ്മാണ സഭകളാണ് അതിനെക്കുറിച്ച് നോക്കേണ്ടതും. കാരണം നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് പ്രൈമറിലി സ്റ്റേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളതിനെ നോക്കേണ്ടതെങ്കിലും സ്റ്റേറ്റാണ് അതിൻ്റെ ഒരു പ്രൈമറി കസ്റ്റഡി. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം. നമ്മളെ കൊല്ലാൻ റൈറ്റ് ഉള്ളത് സ്റ്റേറ്റിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. അപ്പോൾ ആ സ്റ്റേറ്റാണിത് നമ്മുടെ ആ ജീവൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തേണ്ടതും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ നിയമനിർമ്മാണ സഭകളിൽ ഇതുപോലെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ കുറഞ്ഞു വരികയാണ്. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഇഷ്യൂ. അപ്പം അതനുസരിച്ച് ഈ പറഞ്ഞ ഈ വാക്വം ഫില്ല് ചെയ്യുന്നിടത്തേക്ക് അവർ ഓരോരോ കാര്യങ്ങൾ കടത്തിവിടും. ഈ മെഡിക്കൽ സയൻസിനകത്ത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു
ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണർ ആദ്യം ഫോളോ ചെയ്യേണ്ടത് ഡു നോട്ട് ഹാം എന്നുള്ളൊരു സംഗതിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഇതര വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് നേരത്തെ കുറേ വൈദ്യന്മാരായിരുന്നു, അല്ലെങ്കിൽ കൽക്കട്ടയിൽ നിന്നൊക്കെ പോസ്റ്റലായിട്ട് ഹോമിയോ പഠിച്ച ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. സർക്കാർ വ്യവസ്ഥാധിപ ഒരു എന്താ പറയുക വളരെ മെറ്റിക്കുലസ് ആയിട്ട് സിലബസ് ഒക്കെ ഉണ്ടാക്കി ഇവർ ഈ അനാട്ടമിയും ഫിസിയോളജിയും പഠിപ്പിച്ചത് ശരിക്കും ഇതിനെ കുറച്ച് സേഫായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. കാര്യം അതുമായിട്ട് ചേരുന്നതല്ലെങ്കിൽ പോലും ആധുനിക വൈദ്യത്തിൻ്റെ ചില എലമെൻറ്റുകൾ അവർക്ക് കുറച്ചെങ്കിലും അവർ അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് അത് കൊണ്ടുവന്നത്. എങ്ങനെയാണോ എക്സൈസിൻ്റെ സീലൊട്ടിച്ച് ബിവറേജസ് കോർപ്പറേഷനിൽ കൊടുക്കുന്നത്, അതായത് ദർ ജസ്റ്റ് മേക്കിംഗ് ഷുവർ അതിനകത്ത് മെത്തനോളൊന്നും ഇല്ല, ഇവർ കുടിച്ച് അടിച്ച് പോകില്ല കണ്ണ് എന്നുള്ളത് പോലെ ഒരു 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 പ്രിക്കോഷണറി മെഷർ എന്നുള്ള രീതിക്ക് അപ്പുറത്തേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകളുടെ കാര്യം ഈ സ്യൂഡോ സയൻസ് എപ്പോഴും ഈ ജാർഗൻസ് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗട്ട് മൈക്രോബയോ എന്ന് പറയുന്ന ഇവരുടെ വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ചില ആയുർവേദ ഈ അടുത്ത കാലത്ത് ഒരു പോസ്റ്റിൽ ഇത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗട്ട് ബയോവും അല്ലെങ്കിൽ ഓട്ടോഫാജിയൊക്കെ ഇപ്പോൾ പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സാക്ഷരത ഇല്ലായ്മ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗർഭപാത്രം എടുത്ത് കളഞ്ഞ ഒരു സ്ത്രീയെ എടുത്ത് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ആൾ സംസാരിക്കുന്നത്, ഇപ്പോൾ ആയുർവേദമായിക്കോട്ടെ അല്ലെങ്കിൽ ഹോമിയോ ഒക്കെ സംസാരിക്കുന്നതായിക്കോട്ടെ, അവരോട് സംസാരിക്കുമ്പോൾ വളരെ നിസ്സാരമായ പേരുകളായിരിക്കും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാനൊരു ഡിസ്ചാർജ് സമ്മറി വാങ്ങിക്കുകയാണെങ്കിൽ എന്താ പറയുക ബൈലാറ്ററൽ ഊഫറക്ടമിയും ഹിസ്റ്റക്ടമിയും എന്നൊക്കെ ഉള്ള വെടിപൊട്ടും പോലെയുള്ള പേരുകളാണ് പറയുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവർ നന്നായി മുതലാക്കുന്നില്ല. അതായത് ഈ ലാറ്റിൻ ഭാഷയിലുള്ള വാക്കുകളുടെയൊക്കെ പ്രയോഗം ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് പാലറ്റബിൾ അല്ല, ഇത് പൊതുജനത്തിന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ നോക്കൂ വളരെ സിമ്പിളാണ്, ഇത് വാറ്റിയെടുക്കുന്ന അരിഷ്ടം, അല്ലെങ്കിൽ ഇത് കലക്കിയെടുക്കുന്ന കഷായം, അല്ലെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കുന്ന മരപ്പട്ടിയുടെ കാഷ്ടം ഉപയോഗിച്ചുണ്ടാക്കുന്ന വില്വാദി ഗുളിക, വളരെ സിമ്പിളായിട്ട് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അതാണ് ഒരു ബേസിക് ഈ ഡിഫെൻസീവായിട്ട് നമ്മൾ ഇപ്പം നിങ്ങളെപ്പോലെയുള്ള ഒത്തിരി ആൾക്കാർ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നു, സയൻസ് പഠിപ്പിക്കുന്നു, ആൾക്കാർക്ക് ബോധവൽക്കരണം നടത്തി വരുന്നു. ഇപ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ അത്ര ഞാൻ ഒരു ലോൺ വാരിയർ എന്നുള്ള രീതിയിലാണല്ലോ എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തുടക്ക സമയത്ത് ബുദ്ധിമുട്ടുകളുണ്ടായി. ബട്ട് ആസ് ടൈം പാസ് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ മെസ്സേജുകൾ ചെല്ലുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കും നമ്മുടെ സമൂഹത്തിലെ കൂടുതൽ ആൾക്കാരും പിന്നെ എന്താ പറയുക അൺസയൻറ്റിഫിക് ആണ് അല്ലെങ്കിൽ സയൻസിന് വിരുദ്ധരാണെന്ന്. ഒരിക്കലും അല്ല, അവരതിൽ പെട്ടുപോകുന്നേ ഉള്ളൂ. 90% ആൾക്കാരും സയൻസിൻ്റെ രീതിയിൽ തന്നെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള സൊസൈറ്റിയൽ പ്രഷറിലെ ട്രൈബൽ ഫീലിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാലസീസ്, അതായത് നമ്മുടെ സയൻസിൻ്റെ ഒരു കുഴപ്പമാണ്. സയൻസ് എപ്പോഴും ഫാക്റ്റ് പറയും. ഇപ്പം എൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ നമുക്ക് റെക്ടൽ ക്യാൻസറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 4 ഓപ്ഷൻ പറയും. മറ്റേതങ്ങനെയല്ല, ഇത് കഴിക്കുക, നമുക്ക് 1 മാസം കഴിഞ്ഞ് കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അല്ലെങ്കിൽ അവിടെ ചികിത്സയ്ക്ക് എവിടെയാണ് പോയെന്ന് പറയുമ്പോൾ തന്നെ അവൻ കേൾക്കുന്നത് അവിടെ ചികിത്സയ്ക്ക് പോയി ടെർമിനൽ സ്റ്റേജ്, അതായത് സ്റ്റേജ് 4 വന്നയാൾ മരിച്ച വിവരമാണ് സ്റ്റേജ് 1 കേൾക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് ഇതിനോടൊരു ഭയവും മറ്റേ ഈ സ്യൂഡോ സയൻസ് ആയിട്ട് വരുന്ന ആൾക്കാരോടുള്ള ഒരു അടുപ്പം തോന്നുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ അവരിത് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പിന്നെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് അത് ഡെവലപ്പ് ചെയ്തത്. ഇതിപ്പോൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് പറഞ്ഞു വന്നത്. ഓട്ടോഫാജി എന്ന് പറയുന്നതിന് ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഒഷിനോറോ അങ്ങനെയാണെന്ന് അത് പേരെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. പുള്ളിക്ക് നോബൽ സമ്മാനം കിട്ടി. അത് ഫാസ്റ്റിങ് നമ്മുടെ ആയുർവേദത്തിൽ നിന്ന് എടുത്ത് പുള്ളി അവർ പേര് മാറ്റി നോബൽ സമ്മാനം കിട്ടിയതാണ്. പക്ഷേ അവിടെ അത് കേൾക്കുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് ഒരു വിശ്വാസയോഗ്യത വരികയാണ്. പക്ഷേ ആക്ച്വലി ഈ ഒഷിനോറോ യോഷിക്ക് നോബൽ പ്രൈസ് കിട്ടിയത് ഈ ഓട്ടോഫാജിക്കൊന്നുമല്ല. ഓട്ടോഫാജിയെ നിയന്ത്രിക്കുന്ന ജീനുകൾ കണ്ടുപിടിച്ച് എംടോർ ജീൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കണ്ടുപിടിച്ചതിനുള്ളതാണ് പുള്ളിക്ക് നോബൽ സമ്മാനം കിട്ടിയത്. പക്ഷേ അവരതെടുത്ത് വെച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ വാക്കുകൾ വെച്ചിട്ടാണ് ഇവർ ഇതുപോലെ മാർക്കറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഗട്ട് മൈക്രോബയോ അഗ്നി എന്നാണെന്ന് തോന്നുന്നു ഇവർ പറയണം, വയറിൻ്റെ അകത്തെ ഇതിന് ജഠരാഗ്നി, അത് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒക്കെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ നമ്മുടെ നമ്മുടെ സർക്കാരിൻ ഋതം, അതായത് അത് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കണ്ടതിൽ ഞാൻ അതിനൊരു കമൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ട ഒരു കമൻറ്റ് പറയുകയാണ്, അതാണ് ഏറ്റവും നല്ല കമൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഴിപ്പൂവിനല്ലേ ഇതാദ്യം കണ്ടുപിടിച്ചത്, കാരണം പുള്ളിയല്ലേ ഇത് സ്വരം വിളിക്കുമ്പോഴേ കോഴിക്കൂവുന്നത്. അപ്പോൾ അതുപോലെ നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു കാര്യം. പിന്നെ ഒരു കാര്യം ചോദിച്ചിരുന്നു, പേരുകൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മലയാളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യനൈസ്ഡ് പേരുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. അപ്പം നമുക്ക്
ഒരു മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ലാറ്റിൻ അനുസരിച്ച് അവർ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കിനേക്കാളും കുറച്ചും കൂടി മെഡിക്കൽ ഒരു സ്റ്റൈലിൽ അതിനൊരു ഡിഗ്നിറ്റി കിട്ടുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഇതിൻ്റെ അകത്ത് ഈ പ്രൊസീജിയർ അല്ലെങ്കിൽ റിമൂവൽ അങ്ങനെ ഉള്ളതിനൊക്കെ ഉപയോഗിക്കും. പക്ഷെ നമ്മളത് നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്ന പല പദങ്ങളും ചിലയിടത്ത് അത് സഭ്യമായിരിക്കത്തില്ല, ചിലയിടത്ത് അത് അസഭ്യമായിട്ടുള്ളതൊക്കെ അങ്ങനത്തെ വാക്കുകൾ കലർത്തുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു ഭീതി ഉണ്ടാകും. അവിടെയാണ് അവരുടെ മറ്റൊരു വിജയം. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വാക്കുകൾ കുറച്ചുകൂടി ഇപ്പോൾ ഡോക്ടർ എഴുതി കൊടുക്കുന്ന ഇവന് തലവേദനയാണ് നോക്കണമെന്ന് വേറൊരു ഡോക്ടറിന് എഴുതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് കൃത്യമായ കാരണം വേണമല്ലോ. അപ്പോൾ എല്ലാ വാക്കുകളും ഉണ്ടായി വരുന്നതിന് അതിൻ്റെ എറ്റിമോളജി ആയാലും എങ്ങനെയാണത് ഓരോ വാക്കുകൾ ഓരോ അസുഖങ്ങൾക്ക് ഉണ്ടാകുന്നതെന്നുള്ളതിനും ഡോക്ടേഴ്സിന് അറിയാവുന്നതുകൊണ്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എളുപ്പ രീതിയായിട്ടല്ലേ. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ വളരെ കൃത്യമായി കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുന്നതല്ലേ. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഷായുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും ഷാ ഇതുപോലെ കുറേ ഷോർട്ട് കട്ട്സ് ഒക്കെ പറഞ്ഞു, RRR, CPM എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളിത് കേട്ട് ശീലമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അത് അറിയണമെന്ന് താല്പര്യമുള്ളതുകൊണ്ടും മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടും ഒരു പക്ഷേ ചിലതൊക്കെ കേട്ടാൽ മനസ്സിലാവുമായിരിക്കും. പക്ഷേ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ പറയാം. RCCയിൽ ഇതുപോലെ ഇരുന്ന സമയത്ത് ഒരിക്കൽ അസുഖം വന്നിട്ട് മാറിപ്പോയതാണ്. അതിനുശേഷം അവർക്കൊരു മുഴ വന്നു. അപ്പോൾ അവരുടെ റിപ്പോർട്ടിനകത്ത് ബിനൈൻ ട്യൂമർ എന്ന് എഴുതിയിരുന്നു. അപ്പോൾ അവർ ബിഗിനിങ് ഓഫ് ട്യൂമർ ആണെന്ന് വിചാരിച്ചിട്ട് വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് പോയിട്ട് പറഞ്ഞു കൊടുത്തു അതല്ല, ബിനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാത്ത കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഈ ടെക്നിക്കൽ ടേംസ് ആളുകളെ പേടിപ്പിക്കുകയും മറ്റേതിനകത്തൊക്കെ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ട് അവർക്കിരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഏത് സൈഡിൽ കിടന്നുറങ്ങുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് എക്സാമിൻ ചെയ്യുമ്പോൾ ചോദിക്കുന്നത്. പക്ഷെ അതുവരെ ചോദിക്കാനുള്ള പല ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സ് മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളത് ഒരു വലിയ സപ്പോർട്ടായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നു. അതായത് ആ ലോക്കൽ അവരുടെ ആ ജീവിത രീതിയായിട്ട് അവരെ പഠിച്ചു വന്ന് ഇപ്പം നമ്മുടെ എന്താ പറയുക, അവരുടെ അമ്മൂമ്മ ചികിത്സിച്ച അല്ലെങ്കിൽ അവരുടെ അച്ഛൻ അസുഖം വന്നപ്പം ഇപ്പം നമ്മുടെ ഒരു വില്ലേജിൽ നിന്ന് പറയുന്നവരാണെങ്കിൽ അവരെ ചികിത്സിച്ച അല്ലെങ്കിൽ പുള്ളിക്ക് വന്ന ആ ഒരു സിംറ്റവുമായിട്ട് അല്ലെങ്കിൽ അതിനോട് ചികിത്സിച്ചതുമായിട്ട് കോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി 100 എവിഡൻസ് നമ്മൾ കൊടുത്താലും ആ പർട്ടിക്കുലർ ആളുടെ മനസ്സിലേക്ക് ഈ ഒരു കാര്യമായിരിക്കും കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിന് കൂടുതൽ ആക്സെപ്റ്റൻസും നമ്മളെ സയൻറ്റിഫിക് ആയിട്ട് പറയുന്നതിന് ആക്സെപ്റ്റൻസ് ഇല്ലാതെ വരുന്നത്. നമ്മൾ നേരത്തെ അതോറിറ്റിയുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് BM ഹെഗ്ഡെയെ പറ്റിയിട്ട് ഒരു വീഡിയോ ഡോക്ടർ ചെയ്തായിരുന്നു എന്ന് തോന്നുന്നു. BM ഹെഗ്ഡെയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇതുപോലെയുള്ള പല അതോറിറ്റീസിൻ്റെ പറയുമ്പോൾ ഡോക്ടറുടെ കൂടെയുള്ള മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ടോ? ഈ വയ്യാവേലിക്ക് പോകണ്ടെന്ന് പറയാറുണ്ടോ? അതെ, അതാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം എന്തിനാണ് നീ ഈ പരിപാടിക്ക് പോകുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ നിനക്ക് ശത്രുക്കൾ കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം ഇത് തന്നെയാണ് ബേസിക്കലി. കാരണം ഇതുപോലെയുള്ള ഇതിപ്പോൾ ഈ പറഞ്ഞ മോഡേൺ മെഡിസിനിൽ നിന്നുള്ള ഡോക്ടർമാർ മറ്റൊരു രീതിയിലേക്ക് പോകുമ്പോൾ ഞാൻ ശരിക്കും അതിനെ ക്രിട്ടിസൈസ് ചെയ്യും. കാരണം BM ഹെഗ്ഡെ എന്ന് പറഞ്ഞ പുള്ളി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ്, പത്മശ്രീ ഉള്ള ആളാണ്. പുള്ളിയുടെ വായിൽ നിന്ന് ഒരു തെറ്റായ വാക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിക്കൽ സയൻസ് വർഷങ്ങളോളം പണിയെടുത്തതിനെ നശിപ്പിക്കുന്ന ഒരു ഇവരാണ്. പക്ഷേ അത് ഒരിക്കലും ഉണ്ടാകും. അല്ലെ ശാസ്ത്രീയമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല. സിമ്പിളായിട്ട് ഇപ്പോൾ ഡോക്ടർ അല്ലാത്ത ഒരാൾക്ക് പോലും, നിങ്ങൾക്ക് പോലെയുള്ള ആൾക്കാർ പോലും സയൻസ് നോക്കുന്ന ആൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറയുന്നത് വെറും പൊട്ടത്തിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ എതിർക്കുമ്പോൾ ഒരു കൂട്ടർ ഇതാണ് ഈ വരും. പിന്നെ പൊളിറ്റിക്കൽ ലീനിയേജ്, പർട്ടിക്കുലർ ഇത് പറഞ്ഞുകൊണ്ട് 2 ഇൻസിഡൻറ്റ് പറയാം. ഒന്ന് ഈ ഇൻസിഡൻറ്റ്. അപ്പോൾ പുള്ളി എന്തുകൊണ്ടാണോ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ പുള്ളി മോഡേൺ മെഡിസിൻ്റെ ആളായിരുന്നു, വൈസ് ചാൻസലർ ആയിരുന്നു. അതിനുശേഷം പുള്ളിക്ക് പ്രത്യേക പദവികളൊക്കെ കിട്ടിയപ്പോൾ പുള്ളി വേറൊരു രീതിയിലേക്ക് മാറി. അപ്പോൾ അവരുടെ ആ പോളിസിക്ക് വേണ്ടിയാണ് പുള്ളി കയ്യടി. അതാണ് കയ്യടി അവാർഡ്. ഈ പത്മ അവാർഡ് പൊതുവെ ഒരു പാരയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഈ നോബൽ ലോറിയേറ്റ്സിന് പോലും സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മേരി ക്യൂറി ആയിരുന്നാലും അല്ലെങ്കിൽ ലിനസ് പോളിംഗ് ആയിരുന്നാലും ഒക്കെ സയൻസ് ചെയ്തുകൊണ്ടിരുന്നവർ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് അശാസ്ത്രീയതയിലേക്ക് പോകാനുള്ള എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അത് പത്മ അവാർഡുകൾ ഒരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാര്യം പല ഡോക്ടർമാർക്കും അത് വേണമെന്ന് തോന്നുമ്പോൾ അവരുടെ എഴുത്തിലും ഇതിനകത്തുമൊക്കെ കാണാൻ വളരെ കൃത്യമായിട്ട് അറിയാം. നമുക്ക് പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു പബ്ലിക് വേദിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നാം. പക്ഷെ നമുക്ക് പ്രൂഫ് ഇല്ലാതെ നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമ്മളത് ഫൈൻഡിങ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അല്ലേ എന്ന് നമുക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ്.
വേറൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ കാര്യമായിട്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഫ്ലുവൻസറായിട്ട് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ നേരത്തെ ഇപ്പം ലോൺ വാറിയേഴ്സ് മാറ്റിയിട്ട് നമ്മൾ സൈലന്റ് വാറിയേഴ്സിനെ പറ്റി സംസാരിക്കാം. കുറേ പേരെങ്കിലും, കുറേ ഡോക്ടേഴ്സിനെങ്കിലും ഇതൊരു പ്രചോദനമാകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? കൂടുതൽ ആളുകൾ വരുന്നുണ്ടോ? കാര്യം ഈ ഹോമിയോക്കാർക്കൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. കാര്യം ക്ലിനിക്കിൽ വലിയ പരിപാടിയൊന്നുമില്ല. അവർക്ക് ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് അവർക്ക് വീഡിയോ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. ഇപ്പം ഈവൻ ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴും ഡോക്ടർ സർജറിയിലായിരുന്നു. ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിനിടയിൽ ഡോക്ടർ സമയം കണ്ടെത്തുന്നുണ്ട്. ഫ്രീക്വൻസി കുറവായിരിക്കും കമ്പയർഡ് ടു എ ഹോമിയോപാത്ത്. ഓഫ് കോഴ്സ് അത് കുറവായിരിക്കും, എനിക്ക് അറിയാം. പക്ഷേ ബാക്കി ഈ മോഡേൺ മെഡിസിനിൽ തന്നെ പുതിയതായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ നേരത്തെ ഇത്തിരി സൈലന്റ് ആയിട്ടിരുന്നവരൊക്കെ കുറച്ച് കയറി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ യങ്സ്റ്റേഴ്സ്, അതായത് നമ്മുടെ ഇപ്പം MBBS പഠിക്കുന്ന കുട്ടികൾ. കാരണം അവരാണ് ഇതിൻ്റെ റിയൽ ത്രെട്ട് എന്ന് പറയുന്നത്, ത്രെട്ട് അനുഭവിക്കുന്നത് ഈ ഓൺസ്ലോട്ട് ഓഫ് സ്യൂഡോ സയൻസ് വരുമ്പോഴത്തേക്കും. കാരണം ഇപ്പം ഞാൻ ഒരു പരിധി വരെ, ഒരു ലെവൽ വരെ എൻ്റെ വാക്കിനൊരു വാല്യൂ എത്തിയിട്ടുണ്ട്. അത് വെച്ചാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അത് ഇനിയിപ്പം ഞാൻ പറയുന്ന ആൾ കേട്ടില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചോളം അതൊരു എനിക്കതൊരു വലിയ കാര്യമായി തോന്നുന്നില്ല. നിങ്ങൾക്ക് സൗകര്യമില്ല, നീ കേട്ടൊരു പൊക്കോ എന്ന് വയ്ക്കും. പക്ഷേ ഒരു ബിഗിനർ, അവർ ഈ പറഞ്ഞതുപോലെ ഞാൻ എടുക്കുന്നതിനെ കൂടുതൽ എഫേർട്ട് ഇട്ട് വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഇത് ഇങ്ങനെയല്ലേ. അപ്പം അടുത്തിടെ സ്കിൻ ഡോക്ടേഴ്സ് ഒത്തിരി പേരെ വിളിച്ചിരുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുടലിലെ ബാക്ടീരിയയാണ് തല താരനുണ്ടാക്കുന്നതെന്ന് പറഞ്ഞൊരു വലിയ ന്യൂസ് വന്നു. അപ്പോൾ ഇവരുടെ അടുത്ത് വരുന്നവരെല്ലാവരും ഇവർ പ്രോപ്പർ താരനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പം ഇപ്പോൾ കുടലിനൊക്കെ മരുന്നൊന്നും വേണ്ട ഡോക്ടറെന്ന് ചോദിക്കുക. അപ്പോൾ ഇവർക്ക് സങ്കടമാണോ വരിക, എന്താണ് അവർക്ക് വരിക? അപ്പോൾ ആ ജൂനിയർ ലെവലുള്ളവർക്ക് അപ്പോൾ അവർ ഇത് കാണുകയും അതുപോലെ അവരുടെ ഫീൽഡിൽ കഴിയുന്നത്ര, എല്ലാവരും ഒന്നും നമ്മളെപ്പോലെ പറയാനും ഒന്നും സമയം കിട്ടത്തില്ല, അല്ലെങ്കിൽ അതുപോലെ എഫർട്ട് ഇടാൻ എടുത്തില്ല. പക്ഷേ അങ്ങനെ ആൾക്കാർ കൂടുതൽ എക്സ്പെഷ്യലി ജൂനിയർ ലെവലിലുള്ളവർ വരുന്നത്. സീനിയർ ലെവലുള്ള അറിയാലോ, നമ്മളൊരു പറയുന്നത് ഏതായാലും എൻ്റെ ടൈം കഴിഞ്ഞ് ഇനിയിപ്പോൾ നടക്കട്ടെ, ഞാൻ ഏതായാലും അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ സമയം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലെവലിലുള്ള, എൻ്റെ പ്രായമുള്ളവരോട് പറയും. പക്ഷേ ജൂനിയേഴ്സ് കാര്യമായ രീതിയിൽ ഇത് മനസ്സിലാക്കുന്നുണ്ട്, അവർ സയൻസ് പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെയുള്ളൊരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സയൻസിൻ്റെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ഇത് കേൾക്കുമ്പം നല്ല കാര്യമായിട്ട്, പക്ഷേ സാധാരണ ആൾക്കാരിലേക്ക് നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ അപ്പം ലൂസി നല്ല രീതിയിലാണ് അത് പോകുന്നത്. അതായത് നമ്മളൊരു ഇവരുടെ എല്ലാ ആസ്പെക്റ്റും എന്ന് വെച്ചാൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ അതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ താരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോണിക് അസുഖമാണ്, വളരെ ഡിഫിക്കൽട്ടാണ് മാറാനുണ്ട്. പക്ഷേ സിമ്പിൾ സൊല്യൂഷൻ കൊടുത്തു. ഞാൻ കൊടുക്കുന്ന സപ്ലിമെൻ്റ് കഴിച്ചാൽ ഗട്ട് ശരിയായി നിങ്ങളുടെ താരം ശരിയാവും. അപ്പം വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പെൺപിള്ളേരൊക്കെ അപ്പോൾ അവിടെ കൊണ്ട് അത് തീർന്നു. അപ്പം നമ്മൾ അതേസമയം ഈ താരൻ എന്ന് പറഞ്ഞ സാധനം ഒരു നോർമൽ പ്രതിഭാസമാണെന്നും അതിൽ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടല്ലെന്നും അവിടുത്തെ ഫംഗൽ ബാക്ടീരിയ കൂടുതലായ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് വരുന്നതിൻ്റെ ഇറിറ്റേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പം അത് കേൾക്കത്തില്ല. അപ്പം അത് മനസ്സിലാക്കാൻ കൂടുതൽ അധ്വാനം ഈസിയാണ്. അതുപോലെ നമ്മുടെ ലാംഗ്വേജ് മാറ്റേണ്ടിയിരിക്കുന്നു. നോർമൽ സമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കുറച്ചുകൂടെ എന്താ പറയുക, ആ ഭാഷ, സയൻസിൻ്റെ ഭാഷ ഒന്ന് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും നമുക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നേരത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു, അതായത് പൊതുജനത്തിൻ്റെ ആരോഗ്യ സാക്ഷരതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മീഡിയയാണ്. മീഡിയയുടെ അതായത് ഇപ്പം സയൻസ് പങ്ക്തി എഴുതുന്നവരെങ്കിലും കുറച്ചൊന്ന് സയൻസ് അപ്ഡേറ്റഡ് ആവണ്ടേ? ഡോക്ടറിന് എന്താണെന്ന് തോന്നുന്നത്? കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഐ ബീൻ ലിസണിങ് ടു ദ കാർപ്പൻറ്റേഴ്സ് എന്ന് ഓസ്കാർ ഇതിന് പറഞ്ഞപ്പോൾ ഞാൻ ആശാരിമാരുടെ കൊട്ടും പാട്ടും കേട്ടാണ് എന്ന് എഴുതിയതാണ് മീഡിയ. അപ്പോൾ അതിനകത്ത് കുഴപ്പമില്ല, അത് ആർക്കും കുഴപ്പമുണ്ടാകുന്നില്ല. പക്ഷെ ഒരു വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ കുടലിലെ ബാക്ടീരിയയാണ് തലയിലെ മുടി കൊഴിയാനുള്ള ഒരു കാരണം എന്നൊരു പേപ്പർ വന്നൊന്നിരിക്കട്ടെ, ആ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ അർത്ഥസത്യങ്ങൾ, അല്ലെങ്കിൽ അത് എത്ര വലിയ സാമ്പിളാണ്, അത് RCT ആണോ അതോ വെറുതെ ഉണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ തവണ BP ഒരു കാര്യത്തിന് ഞാനൊരു പേപ്പർ കണ്ടായിരുന്നു, അത് വെറും അസംബന്ധമാണ് ആക്ച്വലി ആ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്നും മനസ്സിലാക്കാതെ ചുമ്മാ ഒരു അടിക്കുകയാണോ മീഡിയ ചെയ്യുന്നത്? മീഡിയ കുറച്ചുകൂടെ സയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിനകത്തെങ്കിലും കുറച്ചുകൂടെ സീരിയസ്നെസ് പുലർത്തേണ്ടത്. എന്ത് തോന്നുന്നു ഡോക്ടറിന് അതിനെ? അത് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ഉയർന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രോബ്ലമാണ്. സോഷ്യൽ മീഡിയ ഒരു നല്ല കാര്യമാണ്, കാരണം ഒരു മൈക്ക് എല്ലാവർക്കും കിട്ടി. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് പറയാനുള്ള കാര്യം നമുക്ക് പബ്ലിക്കിനോട് എപ്പം വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, ഈ മീഡിയയിൽ വന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളൊരു സോക്കോൾഡ് സോഷ്യൽ മീഡിയയിൽ വരുന്നവർക്ക് നമുക്കൊരു ഫിൽറ്റർ ഇല്ലാതെ പോയി എന്നുള്ളതാണ്.
അപ്പം ഈ ഇതിലേക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഈ മെസ്സേജസ് ഒരു നോർമൽ സാധാരണ ഒരാളെ സംബന്ധിച്ചോളം ഇത് സയൻറ്റിഫിക് ആണോ അൺസയൻറ്റിഫിക് ആണോ എന്നുള്ള ഒരു തിരിവ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ റെക്ടൽ ക്യാൻസറിൻ്റെ പോലെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവരൊരു കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ കാര്യം മാത്രം അവരെടുക്കും. ഒരു ബയാസാണ് അത്. അപ്പോൾ ആ രീതിയിലാണ് ഇത് നെഗറ്റീവായിട്ട് വരുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ മെഡിക്കൽ എന്നല്ല സയൻസ് സൈഡിലേക്കുള്ളത് റിപ്പോർട്ടിങ് അല്ലെങ്കിൽ ഒന്നുകിൽ ഈ സോഷ്യൽ മീഡിയ തന്നെ യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ അവർ തന്നെ ഒരു ഫിൽറ്റർ ഇടണം. അതല്ല എന്നുണ്ടെങ്കിൽ ചൈനയിൽ ഇപ്പം ചെയ്ത പോലെ നിയമം വഴി, അതായത് മെഡിക്കൽ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടറായിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ കൺസേൺഡ് ഫിസിക്സിനെ കുറിച്ച് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ സയൻസിനെ കുറിച്ച് പറയണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആൾ വരണം, അല്ലെങ്കിൽ അതിന് പ്രയോർ അപ്രൂവൽ വേണം. കാരണം ഇവരൊക്കെ ഒരു ഡേറ്റ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഡാമേജ് ഒരു സ്റ്റേറ്റ് 10-15 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഡെവലപ്മെൻ്റ് ആയിരിക്കും നേരെ താഴോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇത് ഒരു ഫിൽറ്റർ വരണം, അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ വരണം. അത് വരുന്നില്ലെങ്കിൽ, അത് വരുന്നവരെയെങ്കിലും ഇത് ചെയ്യുന്നവർ സമൂഹത്തിനോടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അവരുടെ ആ നമ്പർ ഓഫ് യൂസ് വെച്ച് കിട്ടുന്ന പൈസ അല്ലാതെ ഒരു അല്പം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണം. അതാണ് എന്താ പറയുക, ഒരു മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ പറയാനുള്ളത്. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഹൗസിന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കാം. ഒരു ഓങ്കോ സർജനെ വിളിച്ചിരുത്തിയിട്ട് ഇതുവരെ ക്യാൻസറിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടെ ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ആ ചോദ്യം ഇതാണ്: നമ്മൾ ഇവിടെ ഇപ്പോൾ പലതരം തെറാപ്പികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കാർട്ടി സെൽസ് ഉപയോഗിച്ചിട്ടുള്ള ക്യാൻസർ തെറാപ്പി ഉണ്ട്, സർജിക്കലി റിമൂവ് ചെയ്യുന്ന റേഡിയേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ട്, അഡ്വാൻസ് ജീൻ ഡിറ്റക്ഷൻ, ബ്രാക്ക പോലെയുള്ള ജീനുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് കേരളം? നമ്മൾ ആരോഗ്യരംഗത്ത് വളരെ മുന്നിലാണെന്നാണ് പറയുന്നത്. ആ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജി ഇവിടെ അവൈലബിൾ ആണോ? അഫോർഡബിൾ ആയിട്ട്, അതുകൂടെ ഞാൻ ചോദിച്ചോട്ടെ, അഫോർഡബിൾ ആയിട്ട് അവൈലബിൾ ആണോ? എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ മയോ ക്ലിനിക്ക് തപ്പി പോകുന്നത്? ഏത് സ്ഥലത്ത് ചികിത്സിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു പൗരൻ എന്നുള്ളതിൽ പുള്ളിയുടെ അവകാശമാണ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണേലും പോയി ചികിത്സിക്കാം. അതാണ് ഇതിനകത്ത് സിമ്പിൾ ആയിട്ട്. ഇവിടത്തേക്കാൾ ബെറ്റർ ആയിട്ട് ഉള്ള ഒരു സംഭവം അവിടെ കിട്ടുമോ? ബെറ്റർ എന്ന് പറഞ്ഞാൽ റിസർച്ച്. ഇപ്പം നമ്മൾ ഒരു നോർമൽ അമേരിക്കൻ ഹോസ്പിറ്റൽസ് നോക്കി, എക്സെപ്റ്റ് ഫോർ ദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് ഡെയിലി റിസർച്ച് നടക്കുന്നത് അമേരിക്കയിൽ 2 സെറ്റ് ഓഫ് മേജർ ഹോസ്പിറ്റൽസ് ഉണ്ട്. നമ്മളൊരു അവിടുത്തെ ഒരു ഹോസ്പിറ്റലായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ മേജർ സിറ്റികളിലും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ വേണ്ട കേരളത്തിലെ എടുത്തു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ക്യാൻസറിൻ്റെ ചികിത്സാ രീതിയിൽ കേരളത്തിൽ കിട്ടുന്ന ചികിത്സകൾ മാത്രമേ അവിടെ ഉള്ളൂ, എക്സെപ്റ്റ് ഈ പറഞ്ഞ റിസർച്ച് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒഴിച്ച്. ഇപ്പോൾ നമ്മൾ ഇപ്പം റേഡിയേഷൻ്റെ മെഷീൻസ് എടുത്താലും അതെല്ലാം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റാണ്, മെഷീൻസിൻ്റെ അപ്പോൾ നമ്മൾക്ക് റേഡിയേഷൻ്റെ ഏറ്റവും നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ എന്താ പറയുക ഗാമ നൈഫ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് റേഡിയോതെറാപ്പി, അതായത് ബ്രെയിനിൻ്റെ ഒരു ചെറിയ ട്യൂമറിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് റേഡിയേഷൻ കൊടുക്കുന്നത്. അപ്പോൾ മെഷീൻസിൻ്റെ വിലയാണ്, കോസ്റ്റ് ഉണ്ട്. 25 crores ആണ് ആ മെഷീൻ്റെ വില. 10 years ആ മെഷീൻ നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ 10 years അറ്റ്ലീസ്റ്റ് മെഷീൻ്റെ കോസ്റ്റെങ്കിലും നമ്മൾ തിരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് അവിടുത്തെ കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ കോസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബട്ട് ഓൾ ഫെസിലിറ്റീസ് ആർ കൺസേൺ ക്യാൻസർ. ഈവൻ കാർട്ടി സെൽ തെറാപ്പി ട്രിവാൻഡ്രം മേജർ ടൗൺ, ട്രിവാൻഡ്രം ഞാൻ വരുന്ന കോട്ടയം 2nd tier സിറ്റി, കോട്ടയത്ത് പോലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അതാണ് ഇന്നത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഷെയർ ചെയ്യപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, എക്സെപ്റ്റ് ഫോർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഫെസിലിറ്റി നമുക്ക് പറ്റില്ല. കാരണം വെച്ചാൽ അവരുടെ ലോട്ട് ഓഫ് പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്യും, ഏറ്റവും പുതിയ ചികിത്സ ചിലപ്പോൾ അവിടെ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് വളരെ എന്താ പറയുക റെയർ ആയിട്ടുള്ള വളരെ സാധനമാണ്. പിന്നെ സർജിക്കൽ സൈഡിൽ റേഡിയേഷൻ കാര്യം പറഞ്ഞു, സർജിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റോബോട്ടിക്, നമ്മുടെ RCC പോലും ഇപ്പം റോബോട്ടുണ്ട്. അപ്പം ഒന്നാമത് നമ്മുടെ നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഇവിടെ കൂടുതലാണ്, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇത്രയും സൂപ്പർ സ്പെഷ്യലിസ്റ്റ് അമേരിക്കയിൽ പോലും കാണത്തില്ല. അപ്പോൾ അതുപോലെ നമുക്ക് നമ്പർ ഓഫ് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളുടെ ഈ അഫോർഡബിലിറ്റി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഇഷ്യൂസ് ഉണ്ട്. അത് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയും വരും. ഇപ്പോൾ ഈ പ്രോപ്പർ റോബോട്ട് 25 crores ആണ് ഒരു ഡാവിഞ്ചിയുടെ റോബോട്ടിൻ്റെ മെഷീൻ്റെ വില. അവനെ ഒന്ന് ലോഡ് ഓൺ ചെയ്യണമെങ്കിൽ, അതായത് എല്ലാം അടുക്കി പെറുക്കി വെച്ച് വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു 1.5 ലക്ഷം രൂപ ചിലവ് വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് സർജറി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ കൺസ്യൂമേഴ്സ്
ഐഡിയലി ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. ബട്ട് കേരള സിസ്റ്റത്തിൽ നമ്മൾ ഇപ്പം ഇവർ പറയുമെങ്കിലും നമ്മൾ പല രീതിയിൽ അതൊക്കെ വെച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്യും, റീയൂസ് ചെയ്യും. കാരണം അല്ലാതെ കേരളത്തിലെ 1% ആൾക്കാർക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഇഷ്യൂസ് വരുന്നത്. പിന്നെ മെഡിക്കൽ മരുന്നുകളുടെ കാര്യം നമുക്കൊന്നും വേണ്ട. നമുക്ക് മെഡിസിൻ അറിയാവുന്ന ആൾക്ക് നെറ്റിൽ കയറിയാൽ തന്നെ അന്നത്തെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റും മരുന്നിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. അത് നമുക്ക് വേണമെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും മരുന്ന് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് റിഗാർഡിങ് ക്യാൻസർ ചികിത്സ കേരളത്തിൽ എല്ലാ രീതിയിലുള്ള ചികിത്സകളും ഈവൻ സെക്കൻഡ് ടൗണുകളിൽ തന്നെ ലഭ്യമാണ്. ബട്ട് കോസ്റ്റ് ഐ എം നോട്ട് ഷുവർ. കാരണം വെച്ചാൽ അറിയാലോ, പുതിയ ടെക്നോളജി ഇതിനെല്ലാം നമ്മൾ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അല്ലാതെ അതുകൊണ്ട് പിന്നെ അമേരിക്കയ്ക്ക് പോകാം അല്ലെ വേറെ എവിടെയും പോയി ചികിത്സിക്കുക എന്നുള്ള ഓരോരുത്തരുടെയും പേഴ്സണൽ താല്പര്യങ്ങളാണ്. മൈക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് അവസാനം ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ച് നിർത്തുകയാണ്. 15 മിനിറ്റാണ് ശരിക്കും ചോദ്യം ചോദിക്കാനുള്ളത്, 5 മിനിറ്റ് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഡോക്ടർ വളരെ കഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്ത് ഒരു സർജറി ചെയ്ത് ഒരു രോഗിയുടെ അത് മുറിച്ച് മാറ്റുന്നു, അല്ലെങ്കിൽ വാട്ട് എവർ ദ ടെക്നിക്കൽ ടേംസ്. മുറിച്ച് മാറ്റിയതിന് ശേഷം രോഗി രക്ഷപ്പെട്ടു വന്നതിന് ശേഷം ഡോക്ടറെ അടുത്ത് പറയാണ് ദൈവാനുഗ്രഹം കൊണ്ട് ആ സംഗതി ശരിയായി എന്ന് പറയുമ്പോൾ ഈ 11-11.5 വർഷം പഠിച്ചിട്ട് ഇത് കേൾക്കുമ്പോൾ ഡോക്ടറിന് എന്താണ് തോന്നുന്നത്? ആക്ച്വലി എനിക്ക് ഡസൻറ്റ് മേക്ക് മച്ച് ഡിഫറൻസ്. കാരണം നമ്മൾ ഇപ്പം പണ്ടൊക്കെ ഞാൻ പറയായിരുന്നു അതല്ല ഞാൻ ചെയ്തതിൻ്റെ എന്നുള്ള ഇത് പറയാമെന്നുള്ള രീതി തോന്നുമായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ ഓവർ എ പീരീഡ് ഓഫ് ടൈം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ മുമ്പിൽ വരുന്ന രോഗിയുടെ സാറ്റിസ്ഫാക്ഷനോടെ നമുക്ക് ആ രോഗി ദൈവവിശ്വാസിയോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ നാളിൽ വിശ്വസിക്കുന്നതൊക്കെയാണ്. ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പുള്ളി ചെയ്യുന്നതിന് ചികിത്സയിൽ യാതൊരുവിധ വ്യത്യാസവും വരത്തില്ല. പക്ഷേ ഇതിന് ശേഷം പുള്ളി അതാണ് ക്രെഡിറ്റോടെ കൊടുക്കുന്നതെങ്കിൽ ഞാൻ ഇൻ്റർഫിയർ ചെയ്യാറില്ല. കാരണം അതാണ് ആ രോഗിയുടെ സന്തോഷം. ഇപ്പം ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കൊരു മനസ്സുവിഷമായിട്ടാണ് എന്ത് തോന്നുന്നു. എനിക്ക് ഡസൻറ്റ് മേക്ക് മച്ച് ഡിഫറൻസ്. ഓക്കെ. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രോഗി സാധാരണ പൊതുവെ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡോക്ടർമാരൊരു ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടാണോ ഇത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇൻ കേസ് ഇഫ് സംതിങ് ഗോസ് റോങ് അത് ദൈവനിശ്ചയമായിരുന്നു പറഞ്ഞ പോരെ. അല്ല, അങ്ങനെ ഞാൻ പറയാറില്ല. അത് നമ്മൾ സംസാരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അത് അങ്ങനെ പറയുന്നവരുണ്ട്. യൂഷ്വലി നമ്മളൊരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പ്രോബബിലിറ്റീസാണ് പറയുന്നത്. ഇത് 100% ഐ എം നോട്ട് ഷുവർ. ഇത് പ്രോപ്പർ ടെക്നിക്കിൽ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഈസ് യുവർ ബോഡി ഡിസൈഡ്സ് എന്നാണ് ഞാൻ പറയാറ്. ക്ലിയർ. ഈയിടയ്ക്ക് ഒരു രോഗിയുടെ അച്ഛൻ ആക്രമിച്ച സംഭവം ഉണ്ടായി. പക്ഷെ അതിൽ കൂടുതലും കമൻറ്റ് വന്നത് ഡോക്ടർമാരെല്ലാവരും പ്രശ്നക്കാരാണെന്നാണ് പറയുന്നത്. പക്ഷേ ചികിത്സയ്ക്ക് അറിയാവുന്ന ഡോക്ടർമാരെ കുറിച്ച് ആരും പറയുന്നില്ല. പറയുന്നുണ്ടെങ്കിൽ അത് 1-2 വരെയൊക്കെ പറയുന്നുള്ളൂ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മുഴുവനായി കേട്ടില്ല. ഈയിടയ്ക്കൊരു രോഗിയെ അത് മനസ്സിലായി. ലാസ്റ്റ് പാർട്ട് ഒന്നുകൂടെ പറയോ? ചികിത്സയ്ക്ക് അറിയാവുന്ന ഡോക്ടർമാര് നമ്മുടെ നാട്ടിൽ കുറവാണ്. ഡോക്ടർമാരെ ആക്രമിക്കേണ്ട സംഭവങ്ങളാണ് നമ്മളെ നാട്ടിൽ നടക്കേണ്ടത്. പക്ഷെ നല്ല ഡോക്ടർമാരെ കുറിച്ച് ആരും പറയുന്നില്ല. പറയുന്നുണ്ടെങ്കിൽ 1-2 വരെ പറയുന്നുള്ളൂ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എന്താ പറയണത്, നമ്മൾ ഈ റിപ്പോർട്ടിങ് എററാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഒരു ഫാലസിയാണ് അത്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ 100 കാര്യങ്ങൾ നല്ലത് കേട്ടാലും ഇടയ്ക്ക് ഒരു കാര്യം കേൾക്കുന്ന നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ള അത് പ്രധാനമായിട്ടും നമ്മൾ കുറ്റങ്ങളായിരിക്കും നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇപ്പം എന്നെക്കുറിച്ച് 1000 നല്ല കാര്യം പറഞ്ഞാലും പലരും അത് ഓർത്തിരിക്കണമെന്നില്ല. പക്ഷെ ഞാൻ ചെയ്ത ഒരു കുറ്റം അത് എല്ലാവരും ഓർത്തിരിക്കും. അതുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് ആണ് വരുന്നത്. അല്ലാതെ ഈ നമ്പർ ഓഫ് വയലന്റ് അറ്റാക്സ് കുറവാണെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് റാമ്പന്റ്. അതുപോലും ഉണ്ടാവരുതെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ബട്ട് അതൊരു എന്താ പറയുക ഒരു സീരിയസ് ഇഷ്യൂസ് ആയിട്ട് തോന്നുന്നില്ല. ഡോക്ടർ പറഞ്ഞു നിങ്ങളത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ക്യാമറയ്ക്ക് ബാക്കിൽ എന്നാണ് പറയുന്നത്, ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്നില്ല. അതൊരു ഡോക്ടറാണ് പറഞ്ഞത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഡോക്ടർമാരുണ്ട്, പക്ഷെ നിങ്ങളത് പുറത്ത് പറയുന്നില്ല. പിന്നെ ഈ ഫങ്ഷണൽ മെഡിസിൻസ് ഏതെങ്കിലും ഒരു ചോദ്യമായിട്ട് ചോദിക്കൂ. ഫങ്ഷണൽ മെഡിസിൻ വേറൊരു വിഷയമാണ്. അതായത് ചികിത്സിക്കാൻ അറിയാവുന്ന ഡോക്ടർമാർ, അതിന്റെ ആ ചോദ്യം മാത്രമായിട്ടൊന്ന് ചോദിക്കാമോ? ചികിത്സിക്കാൻ അറിയാവുന്ന ഡോക്ടർമാർ വ്യാജ ചികിത്സയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതായത് ഡോക്ടർ എന്തുകൊണ്ട് വ്യാജ ചികിത്സയെ കുറിച്ച് പറയുന്നവർ ആരും ഫ്രണ്ടിൽ വന്ന് പറയുന്നില്ല, രഹസ്യ മൈക്കിന് മുമ്പിൽ പറയുന്നില്ല, അല്ലെങ്കിൽ ഓൺ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല.
വ്യക്തമായും അവരുടെ ഭയം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ പറയാത്തത്. കാരണം നമുക്ക് ആദ്യത്തെ ഒരു ഫേസ് ഉണ്ട്. നമുക്കിത് എന്താ പറയുക, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആവുക അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയൊക്കെ ആകുകയാണെങ്കിൽ ആദ്യം നമ്മളിതിലേക്ക് വരുന്നത് നമ്മുടെ ആ റേജിൻ്റെ സമയത്താണ്. അതായത് ഈ കാണുമ്പോൾ ഉണ്ടാകുന്ന റേജിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജ് ആർക്കാണ്? എനിക്ക് മാത്രമേ വരുള്ളൂ. ഇത് കേട്ട ആൾക്കും എല്ലാവരും കേട്ടിട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫേസ് കഴിയുന്നവരെ പലരും ക്യാമറയുടെ പുറകിൽ തന്നെ നിൽക്കുള്ളൂ. മുമ്പോട്ട് വരാനുള്ള ധൈര്യം ഉണ്ടാകുകയില്ല. കുറച്ച് കഴിയുമ്പോഴേ അതിനുള്ള ധൈര്യം വരുള്ളൂ. എല്ലാവർക്കും അത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസറും ഫുഡും തമ്മിലുള്ള റിലേഷനാണ് അറിയാനുള്ളത്. ഐ മീൻ സോഷ്യൽ മീഡിയാസിലൊക്കെ ധാരാളം പോസ്റ്റിങ്സ് കാണാം. ഒരു ഫുഡും കഴിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. പൊറോട്ട കഴിക്കാൻ പറ്റത്തില്ല, ഷുഗർ കഴിക്കാൻ പറ്റത്തില്ല, ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് പ്രചരണം. എന്തെങ്കിലും റിലേഷൻസ് ഉണ്ട്? കാരണം 90 വയസ്സായ ആൾക്കാർ പോലും ഇപ്പോൾ ക്യാൻസർ ഉണ്ട്. അവരൊന്നും ഈ പൊറോട്ട ഒന്നും കഴിച്ചിട്ടല്ല, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ RCCയിൽ വരുന്ന പേഷ്യൻസിൻ്റെ എല്ലാം ഫുഡ് കൊണ്ടാണോ എന്തെങ്കിലും റിലേഷൻസോ ഡേറ്റ സ്റ്റഡിയോ എന്തെങ്കിലും ആ രീതിയിൽ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്, ഫുഡുമായിട്ടുള്ള ബന്ധം. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സ്യൂഡോ സയൻസിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഒരു ഹാഫ് ബേക്ക്ഡ് ട്രൂത്താണ്. അതായത് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫുഡാണ് എല്ലാത്തിനും കാരണമാണ്. അതൊരു ഹാഫ് ട്രൂത്താണ്. അതവിടെ നിൽക്കട്ടെ, ഹാഫ് ട്രൂത്താണ്, നോട്ട് ഫുള്ളി. ഇനി ഫുഡും ക്യാൻസറുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ഭക്ഷണ രീതികൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പണ്ടത്തുള്ള രീതിയിൽ നിന്ന് നമ്മൾ ഒത്തിരി വ്യതിയാനം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റുകൾ, അതായത് അന്നജത്തിൻ്റെ ഭാഗം എത്രമാത്രം റിഫൈൻ ചെയ്ത് നമ്മൾ അകത്തേക്ക് ആക്കുന്നോ അത് നമുക്ക് ക്യാൻസർ മാത്രമല്ല അസുഖത്തിന് സാധ്യത കൂട്ടും. എത്രമാത്രം നമ്മൾ റിഫൈൻ ചെയ്യുന്നോ അപ്പോൾ അത്. പിന്നെ രണ്ടാമത് നമ്മൾ കഴിക്കുന്ന മീറ്റ് പ്രോഡക്ട്സ് നമ്മൾ എത്രമാത്രം പ്രോസസ്സ് ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് പ്രോബ്ലം ഉണ്ടാവും. അപ്പം ഇത് രണ്ടുമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് ഫുഡിനെ അന്നജത്തിനെ എത്രമാത്രം റിഫൈൻ ചെയ്യുന്നോ, പ്രോട്ടീൻ മാംസ്യഭാഗത്തെ എത്രമാത്രം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. അതുകൊണ്ട് ബേസിക്കലി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് ഇൻ മോഡറേഷൻ ഈസ് ഫൈൻ എന്നുള്ളതാണ്. ഈ ക്യാൻസറിൻ്റെ വാക്സിൻ റഷ്യ കണ്ടുപിടിച്ചു എന്നൊരു വാർത്ത കേൾക്കുകയുണ്ടായി. അത് ഏതൊക്കെ ടൈപ്പ് ക്യാൻസറിനാണ്? ക്യാൻസറിന് വാക്സിൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിനാണ് നമ്മൾ മെയിൻലി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ ഒരിടത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ചെറിയ ചെറിയ റിസർച്ചുകൾ നടക്കുന്നുള്ളൂ. കാരണം ക്യാൻസർ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഡിസീസാണ്. നമ്മളിപ്പം കോവിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറസ് കൊണ്ടുണ്ടാകുന്ന, അല്ലെ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ അത് മാറും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വാക്സിൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ മൾട്ടി ഫാക്ടറില്ല, 100 കണക്കിന് കാര്യങ്ങൾ പല സമയത്ത് നടക്കുന്നത് ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ ക്യാൻസർ വരുള്ളൂ. അപ്പോൾ ക്യാൻസറിന് പ്രിവെൻറ്റീവ് വാക്സിൻ ഈസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. പ്രിവെൻറ്റീവ് വാക്സിൻ ക്യാൻസറിന് 2 എണ്ണം ഉള്ളത്. അതായത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ പുറത്ത് വരുന്ന, അതായത് സെർവിക്സ് അവിടെ വരുന്ന ക്യാൻസറുണ്ട്. അതിന് നമ്മൾ കാർസിനോമ സെർവിക്സ് എന്ന് പറയും, ഗർഭാശയ ഗിള ക്യാൻസർ എന്ന് പറയും. അത് ഉണ്ടാക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞൊരു വാക്സിനാണ്. ആ വാക്സിൻ അതിപ്പോൾ നമ്മൾ സ്കൂളുകളിൽ കൊടുത്തിരിക്കുന്നത് HPV വാക്സിൻ, അത് കൊടുത്താൽ ആ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ലിവർ ക്യാൻസർ ഉണ്ടാക്കുന്നതിനൊരു പ്രധാന കാരണം HBsAg. അത് HBsAg എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ കൊടുത്താൽ അത് പ്രിവെൻറ്റ് ചെയ്യാം. അത് രണ്ടുമാണ് പ്രിവെൻറ്റീവായിട്ട്, അല്ലാതെ വേറെ പ്രിവെൻറ്റീവായിട്ടുള്ള വാക്സിൻസ് ഇല്ല. പിന്നെ ഉള്ളത് തെറാപ്യൂട്ടിക് വാക്സിൻസ് ആണ്. തെറാപ്യൂട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ള, പ്രധാനമായിട്ടും വൻകുടൽ, ലങ്, ഇതിനെക്കുറിച്ചുള്ള റിസർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ടുവേർഡ്സ് ക്ലിനിക്കൽ ഇതിലേക്ക് ട്രാൻസ്ലേഷനിലേക്ക് എത്തിയിട്ടുള്ളത് അമേരിക്കയിലും ബ്രിട്ടനിലും നടത്തിയിട്ടുള്ള സ്റ്റഡീസാണ്. അത് phase 3 എത്തിയിട്ടുണ്ട്. അത് റഷ്യയുടേതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഇതാണ്. ഒന്നാമത് അവിടുത്തെ ഡേറ്റാസ് നമുക്ക് പുറത്തോട്ട് വരത്തില്ല, അവർ തരുന്ന ഡേറ്റാസ് തരത്തുള്ളൂ. അതിനെക്കുറിച്ച് ഞാനൊരു പഠനം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇവർ ആദ്യം അതൊരു വൈറൽ വാക്സിൻ ആണെന്ന് പറഞ്ഞു, പിന്നെ വേറൊരു കോഞ്ചുഗേറ്റ് വാക്സിൻ ആണെന്ന് പറഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വാക്സിൻ റെഡി എന്നും പറഞ്ഞു വന്നു. അപ്പോൾ അവർ അൾട്ടിമേറ്റ്ലി അപ്പോൾ അതൊരു റിലയബിൾ സോഴ്സ് അല്ല. അവർ പറയണത് പുടിൻ തന്നെ അതിൻ്റെ ഈ ഇതിലേക്ക് എൻറോൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടുള്ള ഹൈപ്പാണെന്ന് പറഞ്ഞത്. അല്ലാതെ ഇതുവരെ ക്ലിനിക്കലി അപ്ലിക്കബിൾ ആയിട്ടുള്ള തെറാപ്യൂട്ടിക് വാക്സിൻ നമുക്ക് അവൈലബിൾ അല്ല. താങ്ക് യു സാർ. എൻ്റെ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നമ്മൾ പാത്രങ്ങളുണ്ടല്ലോ സാർ, ഇപ്പോൾ കാസ്റ്റൈൻ, അലുമിനിയം, എയർ ഫ്രയർ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ എയർ ഫ്രയർ ഏറ്റവും നല്ല കുക്കിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൈക്രോവേവിംഗ് ആണ്. എയർ ഫ്രയർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല ഓപ്ഷനാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള അലുമിനിയം പാത്രം നമുക്ക് ഉപയോഗിക്കാം, കാസ്റ്റൈൻ ഉപയോഗിക്കാം, ഏത് പാത്രം വേണേലും നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ അതുകൊണ്ടൊന്നും ഒരു രീതിയിലും ക്യാൻസർ ഉണ്ടാകുന്നില്ല. പിന്നെ ഇതൊക്കെ നമുക്ക് അലുമിനിയം, ഇപ്പം നമ്മൾ ഒത്തിരി പുളിയുള്ള സാധനം വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് അലുമിനിയം വേണേൽ ഈ ഭക്ഷണത്തിലേക്ക് ലീച്ച് ചെയ്തിറങ്ങാം. പക്ഷേ അതൊന്നും വലിയ നമ്മുടെ ഡെയിലി അലവൽ ഡോസിൻ്റെ മുകളിൽ പോകുന്നില്ലെന്നുള്ളതാണ്. ഇവിടെ പേടിപ്പിക്കുന്ന കാര്യം വെച്ചാൽ അലുമിനിയം
അതായത് അൽഷിമർ ഡിസീസ് വരുന്നവരുടെ ബ്രെയിൻ പരിശോധിച്ചപ്പോൾ അവരുടെ ആ ബ്രെയിൻ കോശങ്ങളിൽ അലുമിനിയത്തിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ടെന്ന് കണ്ടു. അത് ഒരു പഠന റിപ്പോർട്ടും ഈ അലുമിനിയം പാത്രവും കൂടെ വെച്ചിട്ട് സ്യൂഡോ സയൻസുകാരെ ഇറക്കി വിട്ടാണ്. രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. അലുമിനിയം അല്ല അൽഷിമർ ഉണ്ടാക്കുന്നത്. മൺചട്ടി കുറച്ച് പേടിച്ചാൽ കൊള്ളാൻ തോന്നുന്നു. മൺചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം സിലിക്കേറ്റ് ആണ് സാധനം. അപ്പം പക്ഷേ അത് അലൂമിനിയമായിട്ട് നമ്മൾ കാണുന്നില്ലെന്നുള്ളൂ. ഹലോ സാർ, നമസ്കാരം. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രാക്ക ജീൻ BRCA1 ആൻഡ് BRCA2, അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു തെറാപ്പി ഈ PARP ഇൻഹിബിറ്റർ, അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ എങ്ങനെയാണ്? ബ്രാക്ക ജീൻ ഇപ്പോൾ നമ്മൾ കൺഫർമേറ്ററി ആയിട്ട് വന്നാൽ, ജീൻ സ്റ്റഡിയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 50% മേലെ ഉണ്ട്, അല്ലെങ്കിൽ അൺസർട്ടേണിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. നമ്മളത് ക്ലിനിക്കൽ സീനറിയും കൂടെ നോക്കിയിട്ടാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുക. നമ്മൾ പാർപ്പ് ഇൻഹിബിറ്റർ കൊടുക്കാനായിട്ട് BRCA1 and 2 പോസിറ്റിവിറ്റി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാറുള്ളൂ. പിന്നെ കാൻഡിഡേറ്റിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് ഓൾ ഡിപ്പെൻസ് ഓൺ ദ പോസിറ്റിവിറ്റി അനുസരിച്ചാണ് റെസ്പോൺസ് റേറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അതോടെ വെച്ചിട്ട് പിന്നെ ക്ലിനിക്കൽ വേറെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടെ നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കത്തുള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. ഇപ്പോൾ ഈ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്ന കാലത്ത് ഇപ്പം AI കൊണ്ട് ഇപ്പം ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ നമ്മൾ കാണുന്നുണ്ട്. അപ്പം എത്രത്തോളമാണ് ഇത് അഡ്വാൻസ് ആവുന്നത്? കേരളത്തിന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? അങ്ങനെ അതിനെക്കുറിച്ചാണ്. ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ഡിറ്റക്ട് ചെയ്താൽ ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് ഉറപ്പുള്ള ക്യാൻസറിനെ ഡിറ്റക്ട് ചെയ്യാനേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ തൽക്കാലം. കാരണം ചികിത്സയില്ലാത്ത നേരത്തെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാവുന്ന ക്യാൻസറുകളെ നമ്മളതിനെ സ്ക്രീനബിൾ ക്യാൻസർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻസറുകളേ ഉള്ളൂ. AI ഈ റോള് വരുന്നത് പ്രധാനമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ അനാലിസിസ്, അല്ലെ ECT, അല്ലെ എക്സ്റേ, അല്ലെ മാമോഗ്രാമിൻ്റെ നമ്മൾ ഹ്യൂമൻ റീഡിങ്ങിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്ത് കിട്ടുക എന്നുള്ള ഒരു റോള് മാത്രമേ തൽക്കാലം AI ഈ ക്യാൻസർ ഏർലി ഡിറ്റക്ഷനിലുള്ളൂ. സാർ, ഈ വെളിച്ചെണ്ണ റൂം ടെമ്പറേച്ചറിൽ നിന്ന് കൂടുതൽ ചൂടാക്കിയാൽ ക്യാൻസർ വരുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ട്? നമ്മുടെ ഏത് ഓയിലായാലും അതിൻ്റെ സ്മോക്ക് പോയിന്റ് എന്ന് പറയും. അത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആവി അല്ലെങ്കിൽ പുക ഉയരുന്ന അവസ്ഥയാണ് നമ്മൾ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഓയിലായാലും അത് സ്മോക്ക് പോയിന്റിലെത്തിച്ച് നമ്മൾ കുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് നമുക്ക് ഹാനികരമായ പദാർത്ഥങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു സ്മോക്ക് പോയിന്റിൽ എത്തിക്കാതിരിക്കുക ഓയിലിന്, അത്രേ ഉള്ളൂ. ഏത് ഓയിലായാലും, അത് വെളിച്ചെണ്ണയാണെങ്കിലും ഒലിവാണെങ്കിലും പിന്നെ നമ്മുടെ കടലെണ്ണ എന്തെണ്ണയാണെങ്കിലും. എനിക്കൊരു ചോദ്യമുള്ളത്, ഈ പാരമ്പര്യത്തിന് ഹെറിഡിറ്ററി രോഗവ്യാപനത്തിന്, ക്യാൻസർ രോഗവ്യാപനത്തിന് എന്തുമാത്രം അതിനകത്ത് ചാൻസ് ഉണ്ട്? ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ജനറ്റിക്കൽ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് എന്ന് പറയുന്നത് നമുക്കൊരു 3 to 5% ക്യാൻസേഴ്സ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. 95%, 95 അല്ലെങ്കിൽ 98% സ്പോറാഡിക്, അതായത് ആർക്ക് എപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പ്രധാനമായിട്ടും കോളറക്ടം, ബ്രസ്റ്റ്, എൻഡോമെട്രിയം, ഇതാണ് നമ്മുടെ ഒരു ഫെമിലിയൽ ലങ്, ഇതാണ് ഫെമിലിയൽ. അത് പ്രധാനമായിട്ടും നമുക്കത് അറിയാൻ പറ്റും. ഇപ്പം ബ്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നു, ആ ആളുടെ സഹോദരിക്കുണ്ട്, പിന്നെ അവരുടെ അടുത്ത ജനറേഷനിലെ മക്കൾക്ക് വന്നു. അപ്പോൾ അടുത്ത ആൾക്കാരെ നമ്മൾ സ്ക്രീൻ ചെയ്യും. ദേ ആർ പ്രോൺ ഫോർ, അത് വന്നു കഴിഞ്ഞാൽ അത് ഫെമിലിയൽ അല്ലെങ്കിൽ ജനറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ടെസ്റ്റുകളാണ് ഈ പറഞ്ഞ ബ്രാക്ക ടെസ്റ്റുകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് നോക്കി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്. പുകയില സിഗ്നിഫിക്കൻ്റ് റോളുണ്ട്. നമ്മൾ ഈ പുകയില സമൂഹത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ 40% ഓഫ് ക്യാൻസർ വിൽ ഡിസപ്പിയർ ബൈ അനദർ 50 years. അതാണ് അതിൻ്റെ ടുബാക്കോയുടെ ഡയറക്റ്റ് ഇമ്പാക്റ്റ്. നമസ്കാരം സാർ, എൻ്റെ ചോദ്യം, ഈ മരുന്നുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് കേരളത്തിലാണെന്നും ക്യാൻസർ ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിലാണെന്നും ഒരറിവുണ്ട്. അത് സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റാണോ? അത് മറ്റ് പല സ്റ്റേറ്റുകളിലും പോകുമ്പോഴും അവിടെയെല്ലാം ആശുപത്രികളുടെ എണ്ണം ഇവിടുത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ക്ലിനിക്സ് കുറവാണ്, മെഡിക്കൽ സ്റ്റോറുകൾ കുറവാണ്. മറ്റ് രാജ്യങ്ങളിൽ പോയാൽ വളരെ കുറവാണ്. ഇപ്പോൾ കേരളത്തിൽ ഇത്രമാത്രം മെഡിക്കൽ സ്റ്റോറുകളും ഇത്രമാത്രം ആശുപത്രികളും ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. എന്നിട്ടും ഏറ്റവും കൂടുതൽ ക്യാൻസർ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, അത് കറക്റ്റാണോ? ഏറ്റവും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാൽ ക്യാൻസർ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് കണക്കനുസരിച്ച് ഏറ്റവും കൂടുതലുള്ള കേരളത്തിലും ത്രിപുരയിലുമാണ്. അതെത്രമാത്രം സയൻറ്റിഫിക്കലി കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നല്ല റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉള്ളത്, ക്യാൻസർ രജിസ്ട്രികളുള്ളത്
കേരളത്തിലും ത്രിപുരയിലുമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു വന്ന്. പിന്നെ രണ്ടാമത് നമ്പർ ഓഫ് മെഡിക്കൽ സ്റ്റോറും നമ്പർ ഓഫ് ആൾക്കാരും കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളത്. നമ്മളുടെ 28 ഒക്കെ ആകുമ്പോഴത്തേക്കും ആവറേജ് ഫീമെയിലിൻ്റെ നമ്മൾ 81 വരെയൊക്കെ എത്താൻ സാധ്യതയുണ്ട്. ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി പുരുഷന്മാർക്ക് കുറവാണ്, 74-75 ഒക്കെ എത്തും. 75 മുകളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പം ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് നമ്പർ ഓഫ് ഡിസീസസ് കൂടുന്നത്. അറിയാമല്ലോ, നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന സമയത്ത് വരത്തില്ല. അതുപോലെ നമ്മുടെ പോപ്പുലേഷൻ പെർസെൻറ്റേജ് വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ ഒരു 2030 ആകുമ്പോഴത്തേക്കും നമ്മുടെ 40% ഓൾഡ് ഏജ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്പർ ഓഫ് ആശുപത്രികൾ കൂടും, നമ്പർ ഓഫ് കെയർ ഗീവേഴ്സ് കൂടും, മെഡിക്കൽ സ്റ്റോറുകൾ കൂടും, മരുന്നിൻ്റെ വിൽപ്പന കൂടും, ആശുപത്രികൾ കൂടും, എല്ലാം കൂടും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഡെമോഗ്രാഫിക് ഇതിൻ്റെ ചേഞ്ച് വരുന്നതനുസരിച്ച് വരുന്ന ഒരു നോർമൽ ചേഞ്ചാണ്. ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു മിനിറ്റ് ഇപ്പം തരാം. അതായത് വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് റുട്ടീനായിട്ട് മാമോഗ്രാമും അതുപോലെ പാപ്സ്മിയർ എടുക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? അത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുമോ? ഉണ്ട്. 40 ഇയേഴ്സാണ്, 30 അല്ല 40 ഇയേഴ്സാണ്. 40 ഇയേഴ്സിൽ തൊട്ടാണ് മാമോഗ്രാം. എന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പോൾ അത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ പലരും അത് ഏർലി ഡിറ്റക്ഷൻ, അത് ഈവൻ അതായത് ഏർലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടർ കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റത്തില്ലാത്തതിന് മുമ്പത്തെ ഫേസിൽ കണ്ടുപിടിക്കുന്ന ഒരു റെഗുലർ പാറ്റേൺ ഉണ്ട്. ഈ നമ്മുടെ കേരളത്തിൽ അത് നല്ലപോലെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. മെനി സെൻറ്റേഴ്സ് ഇപ്പം നമ്മുടെ കോട്ടയത്ത് എറണാകുളത്തൊക്കെ ഈ വിവിധ എന്താ പറയുക ആൾക്കാർ അവരുടെ ഈ മാമോഗ്രാം വാനുകൾ തന്നെയുണ്ട്, വീടുകളിൽ പോയി എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് സംഭവമാണ്, വെൽ ബെനിഫിഷ്യലാണ്. നിരവധി ആൾക്കാർക്ക് അതിൻ്റെ കൊണ്ട് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. വല്ല ഗുണം എന്ന് വെച്ചാൽ കീമോയിലൊന്നും പോവാതെ ചെറിയ സർജറി കൊണ്ട് സംഭവം തീരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ പേര് കൃഷ്ണൻകുട്ടി, കൊട്ടാരക്കര. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ക്യാൻസർ ഒരു ശരീരത്തിലൊരു ഭാഗത്ത് വന്നു. ഇതേ ചികിത്സയുടെ ഭാഗമായിട്ട് ഈ ക്യാൻസർ ആ വന്ന ഭാഗം മാറ്റിയവിടുന്നത്. അങ്ങനെ വന്നാൽ ആ ഭാഗത്ത് വീണ്ടും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പോൾ റെക്ടൽ ക്യാൻസർ ഇന്ന് സാധാരണമാണ്. അപ്പോൾ റെക്ടൽ ക്യാൻസറിനെ മെഡിക്കൽ കോളേജിൽ വെച്ച് ഓപ്പറേഷൻ നടത്തി ആ കുടലിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എത്ര നാൾ വരെ ഇത് വരാതിരിക്കും? ഇനി വരാനുള്ള സാധ്യതയുണ്ടോ? അത് നമ്മുടെ ഒരു ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം നമ്മൾ ക്യൂറെന്ന് വളരെ റെയറായിട്ടേ പറയാറുള്ളൂ. പിന്നെ ഉള്ളത് എത്ര നാളാണ് പുള്ളി ഡിസീസ് ഫ്രീ ആയിട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ ഡിസീസ് ഫ്രീ ആയിട്ട് പോകുന്ന പീരീഡ് നമ്മൾ 5 ഇയേഴ്സ് 10 ഇയേഴ്സ് വെച്ചാണ് കണക്കാക്കുന്നത്. ഈ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ തിരിച്ചു വരുന്ന 2 രീതിയിലാണ് തിരിച്ചു വരിക. ഒന്ന് ലോക്കൽ റിക്കറൻസ്, അതായത് ഈ പറഞ്ഞ സർജറിയോ അല്ലെങ്കിൽ റേഡിയേഷൻ കൊണ്ടോ രോഗം കൺട്രോൾ ചെയ്ത ഭാഗത്ത് വരുന്നത്. ഡിസ്റ്റൽ റിക്കറൻസ്, അതായത് ആ ഭാഗം ക്ലിയർ ആയിരിക്കും, മറ്റ് ഭാഗത്ത് ലിവർ ലങ് എവിടെയെങ്കിലുമൊക്കെ വരുന്നത്, അത് സിസ്റ്റമിക് ഫെയിലിയർ എന്ന് പറയും. അപ്പം അതെങ്ങനെ വരും, എത്ര പെർസെൻറ്റേജ് വരും എന്നുള്ളത് ഒരു രോഗിയുടെ അസുഖത്തിൻ്റെ സ്റ്റേജ് ഉണ്ട്. 1, 2, 3 അല്ലെങ്കിൽ നമ്മളതിൻ്റെ TNM സ്റ്റേജ് എന്ന് പറയും. അതിന് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മളതിൻ്റെ പെർസെൻറ്റേജ് നിശ്ചയിച്ചിരിക്കുന്നത്. വെരി ഏർലി സ്റ്റേജ് മാത്രമേ നമുക്ക് ഇത് 100% ലോക്കൽ റിക്കറൻസ് വരില്ല, അല്ലെങ്കിൽ ക്യൂറബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ആ അസുഖം വരാനുള്ള ചാൻസ് വെച്ചാണ് ഇതിന് ശേഷമുള്ള ചികിത്സകൾ, കീമോതെറാപ്പി, റേഡിയേഷനൊക്കെ ഡിസൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് ഈ ചോദ്യോത്തര വേള വളരെ നന്നായിട്ട് കൊണ്ടുപോയ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ ഈ ഡിസ്കഷനിൽ പങ്കെടുത്ത ഡോക്ടർ ജോജോ. ഒറ്റയ്ക്കും ഉറച്ചും എന്നാണ് നമ്മുടെ ഇതിൻ്റെ ടൈറ്റിൽ. ഒറ്റയ്ക്കല്ല, ശാസ്ത്രത്തെ സ്നേഹിക്കുന്ന, ശാസ്ത്രം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ശാസ്ത്രം പറയുന്ന വളരെ കൃത്യമായി ശാസ്ത്രം പറയുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ശാസ്ത്രം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ സയൻസിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ശാസ്ത്രത്തിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് തിരുത്താനും മുന്നോട്ട് പോകാനും കഴിയുന്നുള്ളതാണ്. അശാസ്ത്രീയത പറയുന്ന ദിവസം ശാസ്ത്രം പറയുന്ന എല്ലാവരും ഒരുപോലെ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. നമ്മൾ സയൻസിൻ്റെ കൂടെയാണ്, നമ്മൾ മോഡേൺ മെഡിസിൻ്റെ കൂടെയാണ്. മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ കൂടെയല്ല. മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം കാലം, ശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാവും. തുടർന്നും സ്യൂഡോ സയൻസിനെ ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ ആർജവും ഡോക്ടറിന് കിട്ടട്ടെ എന്ന് നമ്മളെല്ലാവരും വി ആർ ഓൾ വിഷിംഗ് യു. താങ്ക് യു സോ മച്ച്. വളരെ ഒരു നല്ല അനുഭവമായിരുന്നു, വളരെ അറ്റൻറ്റീവായിട്ടുള്ള നല്ലൊരു ക്രൗഡായിരുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങളുടെ മെഡിക്കൽ നെഗ്ലിജൻസ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മാത്രം ഒരു വാക്കൂടെ പറഞ്ഞുകൊള്ളട്ടെ. മെഡിക്കൽ
നെഗ്ലിജൻസ് എന്നതിനേക്കാൾ ഉപരി മെഡിക്കൽ മാൽ പ്രാക്ടീസിനെതിരെ ആയിരിക്കണം നമ്മളുടെ എസൻസിൻ്റെ യുദ്ധം. കാരണം മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺഇൻറ്റൻഷനലി വന്നു പോകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ എററിനെയാണ്. അതാണെങ്കിലും ഇറ്റ് ഈസ് പണിഷബിൾ. നമുക്ക് സ്യൂ ചെയ്യാം, നമുക്കതിന് കോമ്പൻസേഷൻ കിട്ടും. അതിൻ്റെ അകത്ത് വിൽഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും നെഗ്ലിജൻസ് വന്നിട്ടുണ്ടെങ്കിൽ യു ആർ ക്രിമിനലി റെസ്പോൺസിബിൾ ആൻഡ് യു വിൽ ഗെറ്റ് പണിഷ്മെൻറ്റ്. പക്ഷേ അത് ഒരു സിസ്റ്റം ഫെയിലിയറിൻ്റെ പാർട്ടാണ്. അതിനേക്കാൾ ഉപരി യു ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ മെഡിക്കൽ മാൽ പ്രാക്ടീസസ് വിച്ച് ഹാസ് ടു ബി കർവ്. കാരണം അതാണ് ഒരു ഡോക്ടർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഈസ് എ പാർട്ട് ഓഫ് സിസ്റ്റത്തിൻ്റെ ഫെയിലിയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് വരുന്ന ഒരു മിസ്ഹാപ്പം നമുക്കുണ്ട്. അതുകൊണ്ട് യു കോൺസെൻട്രേറ്റ് ഓൺ മാൽ പ്രാക്ടീസസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.